guys, welcome to a new episode of our vlog. കുറേ കാലമായിട്ട് vlog ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മള് എല്ലാ ആൾക്കാരും ചോദിക്കും, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? അല്ല, കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം. അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂം വാർഡ്രോബ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. മുടി മുറിച്ച് ന്യൂ ലുക്കിലേക്ക് മാറുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാർഡ്രോബ് ആണ്. ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് വാർഡ്രോബ്. അതിന് ഇതെന്റെ സെക്ഷൻ അല്ലേ? ഇതെന്റെ സെക്ഷൻ ആണെന്ന് പറയാം, പക്ഷേങ്കിൽ അതിന് മുകളിൽ നിങ്ങളുണ്ടാവും ഒരു 10,000 ബാഗ്സ് ഉണ്ട്. ഇതൊക്കെ മെരീന്റെ ബാഗ് കളക്ഷൻസ് ആണ്. ഇത് മൊത്തം ഇതെന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ്. ഇതെന്റെ കംപ്ലീറ്റ് വാച്ച് കളക്ഷൻസ്. ഞാൻ ഭയങ്കര വാച്ചിന്റെ ഒരു ഫാനാണ്. പിന്നെ എന്റെ ഗോഗിൾസ്, ഇത് ഓപ്പിയം, ഇത് മിത്തോട്ട് ടൈം ട്രാവലർ ചെയ്യുന്നത്. പിന്നെ എന്റെ ഗ്ലാസസ്, പെർഫ്യൂം, അതൊക്കെയാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. പിന്നെ കുറച്ച് പ്രീമിയം ഷർട്ട്സും കാര്യങ്ങളും അതൊക്കെ ഞാൻ ഇവിടെ വെക്കും. പിന്നെ അവിടെ ഇതെന്റെ ഷൂ അല്ല ഗൈസ്, ഇത് മെറീന്റെ ഷൂ ആണ്. ഞാനിടും. ഹീൽസ് ആക്ച്വലി മെയ്ഡ് ഫോർ മെൻ, യു നോ ദാറ്റ്. അപ്പം ഇതൊക്കെ മെറീന്റെ ക്ലച്ചസ്, ബാഗ്സ്, ഷൂസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതെന്റെ പല ഇവന്റ്സിനും ഞാനിട്ട വലിയ വലിയ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഇട്ടിട്ട് കുറെ ആള് ചോദിച്ചൊരു സാധനം. പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചിരുന്നു, കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ കമ്മിങ് ടു ദിസ് ഏരിയ, ഇവിടെ എന്റെ ജ്വല്ലറീസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മെരീന്റെ ജ്വല്ലറി ആണ് കുറച്ച് അലങ്കോലായിട്ടാണ്, അങ്ങനെ സൂം ചെയ്യണ്ട. ഇവിടെ കുറച്ച് ജ്വല്ലറിന്റെ താഴെ ബോക്സിലൊക്കെ എന്റെ ജ്വല്ലറിയാണ്. മെരീന്റെ ജ്വല്ലറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചേക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത്. ഓക്കെ, ഇതൊന്നുമല്ല, നമ്മൾ ആക്ച്വലി പുറത്തു പോകാൻ വേണ്ടിട്ട് ഒരുങ്ങാൻ പോവാണ്. മിത്തേട്ടൻ എന്റെ കൂടെ ഒരുങ്ങുന്ന ഒട്ടും ഇഷ്ടമല്ല. മിത്തേട്ടൻ അങ്ങനെയാണ്. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ തുടങ്ങാൻ പോവാണ്. ഒരു സ്ഥലത്ത് പുറത്തൊക്കെ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കുറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വേണം. മേക്കപ്പ്, അത് മോയ്സ്ചറൈസർ, ടോണർ, എന്താണ് പിന്നെ മിത്തേട്ടൻ നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം. പക്ഷെ എങ്കിൽ ടോണർ അതൊക്കെ നമ്മൾ നൈറ്റ് മാത്രമല്ല, നൈറ്റ് അല്ല, മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ആണ് ഇടുന്നത്. This is how we have to apply moisturizer too. ഞാൻ മോയ്സ്ചറൈസർ അല്ലേ ഇടുന്നുണ്ട്. ഇവിടെ മുഖം, എന്റെ മുഖം നോക്കിയാട്ടെ. ആക്ച്വലി ഞാൻ ഇവളെക്കാൾ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന ചങ്ങായിയാ, പക്ഷെ എന്റെ മുഖം കണ്ട ഫുള്ള് ഡാർക്ക് ആയി പോകുന്നത്. മോയ്സ്ചറൈസർ ഇട്ടാൽ മാത്രം അങ്ങ് വെളുക്കോ ഇതാക്കൊന്നുമില്ല. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം, എപ്പോഴും യൂസ് ചെയ്യണം. ഒരു 5 ദിവസം യൂസ് ചെയ്ത് ഞാൻ ടാൻ അടിച്ചു എന്നിട്ട് കാര്യമില്ല. ഞാൻ സൺസ്ക്രീൻ ഒക്കെ എപ്പോഴും എവിടെ പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ടേ പോവാറുള്ളൂ. പ്രൊട്ടക്ട്സ് മൈ സ്കിൻ. അപ്പം നിങ്ങളും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് പ്ലമിന്റെ നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ SPF 50. ഞാൻ ഇത് ഉപയോഗിച്ചോട്ടെ. അപ്പോഴത്തേക്കും ഗൈസ് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എന്തായാലും മേരി സ്റ്റാർട്ട് ചെയ്തു. അല്ലെ പിന്നെ എന്നോട് പറയും നിങ്ങളാണ് ടൈം ആയത്. അപ്പം ഇതൊക്കെ എന്റെ കബോർഡാണ്. എന്റെ ഒരു പെർഫ്യൂം കളക്ഷൻസ് കാണിച്ചത് സന്ധ്യ ഒന്നും കൊണ്ടുവന്നു. ഇത് മുഴുവൻ എന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ ആരും തരില്ല. ഇതൊക്കെ എന്റെയാണ്. ഇതൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പം കളക്ട് ചെയ്തിട്ട് വരുന്നതാണ്. ഇതെന്റെ ഒരു എൻഗേജിന്റെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഐ ഹാവ് ലക്ഷറി പെർഫ്യൂംസ് ഓൾസോ. ഇത് മെയ്സൺ ഓറന്റെ പെർഫ്യൂം നമ്മുടെ ഹൗസ് വാമിങ്ങിന് അവരെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അങ്ങനെ കുറെ പെർഫ്യൂംസ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ കണ്ണിന് വെക്കുന്ന ഷീറ്റ്സ്, കണ്ണടകൾ. പോണം. ആദ്യമാണ് ഇതെന്റെ ഫേവറേറ്റ് വെർസാച്ചെ ആൻഡ് ഇതൊക്കെ രൺവീർ സിംഗ് ഇട്ടാണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വേണം ഡോൾച്ചി ഗബാറ. പിന്നെ വേറൊരു സാധനം, ഇത് ദീപിക പദുക്കോൺ ഇടുന്നതാണ്. ഇത് ഫെൻഡി. അപ്പൊ ഞാനും മെരിക്കാൻ വേണ്ടിട്ട് യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനിയിപ്പോ മെരി നല്ല വെളുത്തിട്ടാന്ന് പറഞ്ഞോണ്ട്, അല്ല നല്ല ഗ്ലോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്നെ വീണ്ടും പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മിത്തേട്ടന് വേണ്ടിട്ട്. അതും നമ്മുടെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചറൈസിംഗ് ജെൽ ക്രീം. ഞാൻ ഇന്ന് നല്ലോണം തിളങ്ങണം മെരി. നല്ല സ്മൂത്ത്. ആൾക്കാർ പറയണം മെരി നിന്റെ ഹസ്ബൻഡിനെ കാണാൻ എന്തൊരു ഗ്ലാമർ ആണ്. എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്
മിത്തോണ്ട് എങ്ങനെ ഇത്രയും ഗ്ലാമർ ആയിട്ട് നിൽക്കുന്നത്? Why? ബിക്കോസ് ഞാൻ പറയും എനിക്ക് അത്രയും സുന്ദരിയും സുമുഖിയും ആയ ഒരു ഭാര്യ ഉണ്ട്. മിത്തോട്ട് ഞാൻ മുടി മുറിച്ചതിന് ശേഷം ഭയങ്കര കുശുമ്പ് അയ്യോ അവള് ഭയങ്കര യങ്ങായി പോയി. ഞാനും നാളെ പോയിട്ട് മുടി മുറിക്കണം. വേടാ അല്ല ഞാൻ മേരി മുടി മുറിച്ചപ്പോ ഞാൻ മുടി വളർത്തും. ഇങ്ങനെയല്ല ചെയ്യണം. നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നു. ഞാൻ ഇട്ടിട്ട് എനിക്ക് ആ ഒരു നല്ല ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം മിത്തേട്ടാ? We have to apply sunscreen. ഇത് ഇടാത്തോണ്ടാണ് നിങ്ങളുടെ ഫേസ് ഒക്കെ ടാൻ അടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് കാര്യമില്ല. നമ്മള് ഇപ്പൊ ഭയങ്കര സൺലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ സൺലൈറ്റ് എപ്പോഴും ഉണ്ടാവും. ഭയങ്കര ചൂടും അതും ഇതും സൺബേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാലാവസ്ഥ അങ്ങനെയാണ്. സൺസ്ക്രീൻ ഇസ് മസ്റ്റ്. പ്ലമ്മിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. നമ്മുടെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു ഇത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ 3 കയ്യിലെടുക്കണം. ഇത് ഞാൻ ആരെയും എന്ത് എനിക്ക് കാണിച്ചു തന്നത് നമ്മളെ ഡോക്ടർ അല്ല നമ്മളെ താജുദ്ദീൻ ക്ലിനിക്കിലെ ഡോക്ടർ അല്ലേ? അങ്ങനെയാണ്. ഇങ്ങനെ എടുത്ത് അപ്പൊ എനിക്ക് അപ്ലൈ ചെയ്യണ്ടേ? ഞാൻ അപ്ലൈ ചെയ്ത 2 സൈഡ് ഈക്വലായി നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഓക്കെ എന്നെ ഒരുക്കാന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഇവിടെ എടുത്തിട്ട് സ്വന്തമായിട്ട് ആദ്യം ഞാൻ എന്നിട്ട് ഇങ്ങനതും തോന്നി. ആദ്യ ഹസ്ബൻഡ് ലേഡീസ് ഫസ്റ്റ് അഗ്രി. കുഴപ്പമില്ല. ഭാര്യ നന്നായി നടക്കുന്നത് ഭർത്താവിനൊരു എന്താ പറയാ, ഭർത്താവിനൊരു ഗമയാണല്ലോ. അപ്പൊ നീ സുന്ദരിയായി നടക്കടി. മെരി ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ മെരിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേട്ടോ. വളരെ കുറവുള്ളൂ. 800 റുപ്പീസാ. 800 900 അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് ഫേക്ക് ആണെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രയലിന് ഓർഡർ ചെയ്ത് നമുക്ക് സാധനം വന്ന് നോക്കുമ്പോ നല്ല അടിപൊളി ഫിറ്റിംഗ് അല്ലേ? വെരി കംഫർട്ട് അല്ലേ? നല്ല ഫിറ്റിംഗ്. ഇവിടെ നല്ല സ്വർണ്ണത്തിന് കൊണ്ടൊക്കെ പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഫേസില്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സൺസ്ക്രീൻ ഇടാൻ മടിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റ് കാസ്റ്റ് വരിക എന്നുള്ളത്. പക്ഷേ അങ്ങനത്തെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് കോമ്പാക്റ്റോ ഫൗണ്ടേഷനോ യൂസ് ചെയ്യുന്നുണ്ടായാലും. ഇനി നമ്മള് ഭർത്താവിനിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. കമോൺ ഭർത്താവ്. നല്ല തണുപ്പുണ്ട്. നല്ലോണം അങ്ങോട്ട് പരട്ട്. ഇതിട്ട് ശരിക്കും വെളുത്ത പോലെയുണ്ട്. ഗ്ലോ വന്നാ എടാ ശരിക്കും മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ് വന്നല്ലേ? നോക്ക്, ഇത്ര എന്റെ മുഖം നല്ല ഡള്ളായി. ഓക്കെ ഗായ്സ്, അപ്പൊ മെരിയുടെ സീക്രട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ ഞാനും ഉപയോഗിക്കാവുന്നത് പ്ലം നിയാസിനമൈഡ് ഹൈബ്രിഡ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ SPF 50 PA++++. ഇന്ന് മുതൽ അത് മെരിയുടെ മാത്രമല്ല എന്റേതും കൂടെയാണ്. പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഹെയർ സെറ്റ് ചെയ്യണം. സെറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ സെറ്റ്. എനിക്ക് ഇനി അങ്ങനെ സെറ്റ് ആവുന്ന വേണ്ട. മുടി അങ്ങനെ മുറിച്ചുകൊണ്ട് നല്ല രസത്തിൽ അങ്ങനെ കിടന്നോളും. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഹെയർ സെറ്റ് ചെയ്യാനാണ്. സ്കിൻ എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു എന്താ പറയണ്ടേ, കോമ്പാക്ട് പൗഡർ ചിലർപ്പം ഇടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ ഔട്ട്ഫിറ്റ് പോലെ ഇരിക്കും. ഇനിയിപ്പം ഇന്ന് ഞാൻ ഉപയോഗിക്കാം. ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ് ഐ തിങ്ക് ഐ വിൽ മാച്ച് വിത്ത് ഹർ വിത്ത് ദിസ്. അല്ല മിരിക്കുമായിട്ട് നല്ല മാച്ച് ആയിരിക്കും. ഇതിന്റെ കൂടെ ഞാൻ ഇടാൻ പോകുന്നത് ഐ തിങ്ക് ഐ വിൽ മാച്ച് ഇറ്റ് വിത്ത് ബ്ലാക്ക് പാന്റ്. എങ്ങനെ ഉണ്ടാവും?
ബ്ലാക്ക് പാൻസ്. ബ്ലാക്ക് പാന്റ് കുഴപ്പമുണ്ടാവില്ല. ഈ ഷൂസ്, ദിസ് ഈസ് ഫ്രം Zara. ഈ ഷൂസ് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഫേസിൽ ആ ഒരു എന്താ പറയാ ബ്രൈറ്റ്നെസ് കാണാൻ പറ്റുള്ളൂ. എനിക്ക് ചീക്സിന് മുകളിൽ ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല. ഈ ഒരു സൈഡിൽ മാത്രമേ ഇടാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഫേസ് ഒന്ന് ഇങ്ങനെ ലിഫ്റ്റ് ആയതുപോലെ കിടക്കും. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മിക്കവാറും സ്വന്തമായിട്ട് ഹെയർ സെറ്റ് ചെയ്യാറുള്ളതാണ്. സ്വന്തമായിട്ട് ഞാൻ എന്റെ ഹെയർ സെറ്റ് ചെയ്യും. സ്വന്തമായിട്ട് അല്ല, മിറിയുടെ ഹെയർ ഞാൻ സെറ്റ് ചെയ്യും. എനിക്ക് ഇതുവരെ ഹെയർ സെറ്റ് ചെയ്യാൻ അറിയില്ല. മിക്കവായിട്ടാണ് എനിക്ക് ചെയ്തു തരാറ്. അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴും കൺഫ്യൂഷൻ. ഇത് ഈ കുപ്പായത്തിൻ്റെ കൂടെ ഈ മെറ്റൽ സ്ട്രാപ്പ് ഉള്ളത് കെട്ടണം, അല്ലെങ്കിൽ ഈ സ്ട്രാപ്പ് ഉള്ളത് കെട്ടണം? ഇത് വെച്ചാൽ ഗോൾഡ് കളർ, ഇത് ഗോൾഡ്, എല്ലാം ഒരേ കളർ, ഒരു കോൺട്രാസ്റ്റ് വേണം. പക്ഷെ നോക്ക് ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചത് മെരി തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്ന സാധനം കെട്ടാന്നാണ്. അപ്പോഴത്തേക്ക് അവൾക്കൊരു അഹങ്കാരം. ഭർത്താവിന് പറഞ്ഞു കൊടുത്താൽ എന്താ? ഫാഷൻ സെൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന ഡ്രസ്സ്, കളറ്, മേക്കപ്പ് ഇതെല്ലാം ഞാനാണ് മെരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ അഹങ്കാരം എനിക്കില്ല. ഓക്കെ, അപ്പം മെരി അല്ലടി, നീ എന്തിനാ ഒരു സൺസ്ക്രീൻ തന്നെ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നത്? മിത്തേട്ടാ, ഒരു സൺസ്ക്രീൻ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നതല്ല. ഇവര് ആക്ച്വലി ഇവരുടെ ഓരോ ബാച്ചും ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതും അവർ ലാബിൽ ടെസ്റ്റ് ചെയ്യും, പിന്നെ ഹ്യൂമൻ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രൂ SPF എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് നിയാസിനമൈഡും പിന്നെ നമ്മളുടെ റൈസ് വാട്ടറും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ ടാൻ വരാതിരിക്കാൻ നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ റൈസ് വാട്ടർ ഉള്ളത് കൊണ്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ സ്കിൻ. യു ഗോട്ട് ഇറ്റ്, ദാറ്റ്സ് വൈ ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ഇപ്പൊ എല്ലാ ഫ്രണ്ട്സുകളും പ്ലമ്മിന്റെ പിന്നാലെയാണ്. ഓക്കേ, ഇങ്ങക്ക് ഇട്ട് അല്ല, ഒരു മിനിറ്റ്, ഇങ്ങക്ക് ഇട്ടിട്ട് ഒരു സ്റ്റിക്കി പോലെ തോന്നിയിട്ടുണ്ടോ? ഒട്ടും സ്റ്റിക്കി അല്ല, നല്ല കോമ്പാക്ട് ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, നല്ല ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ എനിക്കൊരു ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം സൺ പ്രൊട്ടക്ഷൻ എന്തായാലും ഉണ്ടല്ലോ. നെക്സ്റ്റ് മേരി, ഈ ഗ്ലാസ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഉപയോഗിക്കണോ? ഗൈസ്, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം റെഡിയാവാൻ വേണ്ടത് മിത്തുമായിട്ടാണ്, എനിക്കല്ല. എന്നാ നീ ഒരു പണി, ഇത് നീ അയ്യേ, നല്ല രസമുണ്ട്. സോ പ്രീമിയം, സോ ക്ലാസി. ഓക്കെ, എനിക്കിത് മാച്ച് ആണ്, നീ അത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഓൾ റെഡി, ഓൾ സെറ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാച്ചിങ്. ആക്ച്വലി ഈ വാർഡ്രോബ് റൂം ഉണ്ടാക്കി തന്നെ മെരിക്കുവാണ്. കാരണം എവിടെ പോകുമ്പോൾ ഫുൾ വാരി വലിച്ചിട്ടും വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് വെക്കില്ല. ഇവിടെ വാരി വലിച്ചിട്ട് ആരും കാണില്ല. ഇത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണല്ലോ. ഇത് ഇല്ല ഗൈസ്, അപ്പം ഇതാണ് ഇന്നത്തെ ലുക്ക്. ഹൗ ഇസ് ഇറ്റ്? നമ്മൾ എപ്പം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഡ്രസ് ഇടാം, പക്ഷെ എന്റെ മാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് മാച്ച് ആയിട്ടുണ്ട്. ഇതിപ്പോ കാണുമ്പോ കുറച്ചും കൂടി അഹങ്കാരികളെ പോലെ ഉണ്ട്. എന്നെ കാണാൻ സമന്തേന്റെ തൊട്ടുണ്ടടി. എന്നെ കാണാൻ ആരെ പോലെ ഇല്ലല്ലേ? എന്നെ കൊണ്ട് ഇത്രയും കാലം എന്നെ കൊണ്ട് പറഞ്ഞത് കനക, നമിത, പ്രമോദ് എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇതിന് സമന്ത എന്ന് പറഞ്ഞല്ലോ. സമന്ത മനുഷ്യൻ തന്നെയല്ലേ? അല്ല, എനിക്ക് സമന്ത ഭയങ്കര ഇഷ്ടമാണ്. സമന്ത നല്ല ആക്ച്വലി എന്റെ മഞ്ജു വാര്യർ ഇത് വെറുതെ ട്രോള് വാങ്ങിയിട്ട് ആകാശത്തിലേക്ക് നീ പറക്കണ്ട മഞ്ജു ചേച്ചി ഇതെല്ലാം പറഞ്ഞു പോയാലോ? കണ്ണട വെച്ചെന്ന്. ബൈ.